തിരുവനന്തപുരത്ത് MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണ സമിതി റിപ്പോർട്ട് നൽകി. അധ്യാപകന്റെ മൊഴിയിൽ വൈരുദ്ധ്യം എന്നാണ് സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പോലീസ് അന്വേഷണം വേണമെന്നുള്ള ശുപാർശയും ഈ റിപ്പോർട്ടിലുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷഫീദ്, എന്തൊക്കെ ശുപാർശകൾ ഈ റിപ്പോർട്ടിലുണ്ട്? ഷഫീദ്, നമുക്കറിയാം, വിവാദമായ 2024 മെയ്യിൽ നടന്ന MBA മൂന്നാം സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസായിരുന്നു നഷ്ടമായത്. ഈ അധ്യാപകൻ മൂല്യനിർണ്ണയത്തിനായി കൊണ്ടുപോയ ഉത്തരക്കടലാസുകൾ യാത്രക്കിടെ നഷ്ടപ്പെട്ടു. പിന്നാലെ ഉത്തരക്കടലാസ് കാണാതായ വിവരം മറച്ചുവെച്ച് സർവകലാശാല പുനഃപരീക്ഷയ്ക്കെത്താൻ വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ അയച്ചപ്പോഴാണ് ഈ സംഭവം പുറത്തായതും പിന്നീട് വലിയ വിവാദമായതും. ഈ വിഷയത്തിൽ ഇന്ന് ചേർന്ന സെനറ്റിലടക്കം ഇക്കാര്യം ചർച്ചയായിരുന്നു. മാത്രമല്ല, അന്വേഷണ സമിതി ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുമുണ്ട്. അധ്യാപകന്റെ മൊഴിയിൽ അധ്യാപകൻ പറഞ്ഞ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് സർവകലാശാല അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം വേണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. അധ്യാപകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ശുപാർശ ചെയ്തിട്ടുണ്ട്. നേരത്തെ വിവാദം പുറത്തായതിന് പിന്നാലെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ അയാളെ പുറത്താക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട്. പുനഃപരീക്ഷയ്ക്ക് ചെലവായ തുക ഇയാൾ പഠിപ്പിച്ചിരുന്ന സഹകരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈടാക്കും. മാത്രമല്ല, ഈ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത എല്ലാ അധ്യാപകർക്കും പ്രത്യേക ID കാർഡ് നൽകാനും അധ്യാപക നിയമനത്തിലുള്ള യോഗ്യതാ മാനദണ്ഡം പുനഃപരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വൈകിയ വേളയിലാണെങ്കിലും ഈ വിഷയം വലിയ ഗൗരവത്തിൽ സർവകലാശാല കാണുന്നുണ്ട് എന്ന് ഇപ്പോൾ അന്വേഷണ സമിതി റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമാകും. അതേസമയം കഴിഞ്ഞ ദിവസം ഈ ഉത്തരക്കടലാസുകൾ നഷ്ടമായ അതേ കോഴ്സിന്റെ പുനഃപരീക്ഷ നടത്തിയിരുന്നു. പുനഃപരീക്ഷയ്ക്ക് എത്തിയത് 65 പേരാണ്. 71 പേരുടെ ഉത്തരക്കടലാസുകളായിരുന്നു നഷ്ടമായത്. ഈ 6 കേന്ദ്രങ്ങളിലായിട്ട് നടന്ന പരീക്ഷയിൽ ചിലർ പരീക്ഷ എഴുതാൻ എത്താത്തത് വിദേശത്തടക്കമായതിനാലാണ്. അവർക്ക് വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് പരീക്ഷ മാറ്റി ക്രമീകരിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ, മാത്രമല്ല കൂടുതൽ ഈ ഗൗരവത്തിൽ ഈ പരീക്ഷ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാനും, മാത്രവുമല്ല നിലവിൽ ഇപ്പോൾ ഈ സമിതി നൽകിയിരിക്കുന്ന ശുപാർശ അത് നടപ്പാക്കാനും കേരള സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. ശരി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.